ഹലോ, ഇന്ന് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഒന്ന് റിവീൽ ചെയ്യട്ടോ. എല്ലാ സാധനങ്ങളും ധൃതിയിൽ കൊണ്ടുവെക്കെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കത്തേയില്ല. അപ്പോൾ ഏട്ടൻ എന്നോട് ചലഞ്ച് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന സാധനങ്ങളെല്ലാം നമ്മൾ ആദ്യം എടുത്ത് വെച്ചു കേട്ടോ. ഇവിടെ ഒരാൾ തന്നെ മാറ്റിയൊക്കെ എടുത്തതാണ് ഇപ്പോൾ എവിടെ കിടക്കുന്നതെന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അപ്പോൾ ആളെ ചിരിച്ച് മയക്കോളും, കൂടുതൽ നാണോ. പിന്നെ നമ്മൾ ഫ്ലാറ്റ് അപ്പോൾ അമ്മൂട്ട് അവിടെ കിടന്ന് കളിക്കട്ടെ. അവൻ കരയുന്നതിന് മുന്നായിട്ട് നമുക്ക് വേഗം പണിക്ക് എനർജി വേണമല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനും ഏട്ടത്. അപ്പോൾ ഇനി നമുക്ക് 2XPD കണ്ടാലോ, അതാകുമ്പോൾ നമുക്ക് ലാഗ് അടിക്കത്തില്ല, ടൈം പോകത്തില്ല. ഇങ്ങനെ കാണാൻ എന്താ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഫുള്ള് ഇതെല്ലാം ഇളക്കി മാറ്റിയാണ് ക്ലീൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇതൊന്നും വൃത്തിയാവില്ല. അപ്പോൾ ഫ്രിഡ്ജിന്റെ ഡോറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അകത്തിരുന്ന സാധനങ്ങൾ മാറ്റി അകവും ഫുള്ള് ഇളക്കി ക്ലീൻ ചെയ്തിട്ട് ഇത് ഇളക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഇതെല്ലാം കഴുകിയിട്ട് തിരിച്ചു വെക്കുന്ന പാടുണ്ടല്ലോ, എങ്ങനാ വെച്ച് 100 വട്ടം മാറ്റി കേട്ടോ ഞാൻ ഇതെല്ലാം എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. നമുക്ക് ഓർഗനൈസർ വാങ്ങണം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാനൊന്ന് ഷെൽഫിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം തൂത്ത് തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇനി ഏട്ടനെ നമുക്ക് വിളിച്ച് കാണിക്കാം. ഏട്ടൻ ചെറുതായിട്ടെങ്കിലും സർപ്രൈസ് ആയപ്പോൾ എൻ്റെ ഇത്രയും നേരത്തെ കഷ്ടപ്പാട് വെറുതെ. അപ്പോൾ അച്ഛനും മോനെ അപ്രൂവൽ തന്നിട്ടുണ്ട്, എന്നും വിചാരിക്കും ഇതുപോലെ ക്ലീൻ ആക്കി ഇടണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, ധൃതിയിൽ എപ്പോഴും നമ്മൾ പഴയതുപോലെ കൊണ്ടുവന്ന് ആക്കിയിടത്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അടുക്കളയെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏട്ടൻ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഏട്ടൻ പറയുന്നത് ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.